മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് പറയാൻ പോവാണ്. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിനാണോ പി ബ്ലോക്ക് എലമെന്റ്സിനാണോ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ എന്നാ അവർ പറഞ്ഞു. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന് അയോണൈസേഷൻ എൻതാൽപ്പി കുറവാണ് പി ബ്ലോക്ക് എലമെന്റ്സിനേക്കാളും എന്ന് അവർ പറയുന്നുണ്ട്. വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരാറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വാതകാവസ്ഥയിലുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ വിളിക്കുന്ന പേരാണ് പൊന്നുമക്കളെ അയോണൈസേഷൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ വാലൻസ് ഷെൽ ഓഫ് ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ക്ലിയർ അല്ലേ? ഗ്യാഷ്യസ് ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. Which element in the second period has highest ionization enthalpy? അപ്പൊ സെക്കൻഡ് പീരീഡിൽ എലമെന്റ് ഏതൊക്കെയാ? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇത്രയുമാണല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ആരൊക്കെ എന്ന് വെച്ചാൽ മടി കൂടാതെ പറയണം നിയോൺ ആണ്. നിയോണിന് എന്ത് ചെയ്യാ? ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, സ്റ്റേബിൾ ആണ് നിയോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത എലമെന്റ് ആണ്, നോബിൾ ഗ്യാസ് ആണ് അല്ലേ. സോ അതിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കൂടിയ ഒരാറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി കൊടുത്തേ പറ്റൂ. സോ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ആരൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് മടിമൂടാതെ പറയാ നിയോൺ ആണെന്ന് പറയാം.